കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന 40 പേരുടെ കൂട്ടത്തിലേക്ക് കൊടും കുറ്റവാളി ചെന്താമരയും. എന്നാൽ 30 വർഷത്തിലധികമായി സംസ്ഥാനത്ത് വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല. ഏറ്റവും അവസാനമായി വധശിക്ഷ നടപ്പാക്കിയത് 1991-ലാണ്. 14 പേരെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ റിപ്പർ ചന്ദ്രനെയാണ് അന്ന് തൂക്കിലേറ്റിയത്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുടെ ക്രൂരതയ്ക്ക് വധശിക്ഷ വിധിച്ചെങ്കിലും ഇനി ഹൈക്കോടതി അനുമതി നൽകേണ്ടതുണ്ട്. സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൂടി അംഗീകരിച്ചാലേ വധശിക്ഷ നടപ്പിലാക്കാൻ കഴിയൂ. പാറശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വിധിച്ച വധശിക്ഷ ഉൾപ്പെടെ ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. OBC മോർച്ച നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികൾക്കും 2024 മാവേലിക്കര സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. ഇതും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. സുപ്രീം കോടതി ഹർജി റദ്ദാക്കിയാൽ രാഷ്ട്രപതിക്ക് മുന്നിൽ ദയാഹർജി നൽകാനും പ്രതികൾക്ക് അവസരമുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിലാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വധശിക്ഷ വിധിക്കുക. ഇതനുസരിച്ച് നിരവധി പേർക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിലും 26 പേരെയാണ് തൂക്കിക്കൊന്നത്. 1958-ലാണ് സംസ്ഥാനത്ത് ആദ്യമായി വധശിക്ഷ നടപ്പിലാക്കുന്നത്. 1960 മുതൽ 63 വരെ 5 പേരെ തൂക്കിലേറ്റി. 1967 മുതൽ 72 വരെ 3 വധശിക്ഷയും നടപ്പിലാക്കി. 1991 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വച്ചാണ് റിപ്പർ ചന്ദ്രന്റെ വധശിക്ഷ നടപ്പിലാക്കിയത്. ശേഷം 30 വർഷത്തിലധികമായി കേരളത്തിൽ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 2 തൂക്കുമരവും തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ 1 തൂക്കുമരവുമാണ് ഉള്ളത്. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.